ശുചിത്വത്തിനും ഭവന പദ്ധതിക്കും കുടിവെള്ളത്തിനും മുൻഗണന നൽകി പായങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. ശുചിത്വത്തിനും ഭവന പദ്ധതിക്കും കുടിവെള്ളത്തിനും ടൗൺ വികസനത്തിനും മുൻഗണന നൽകി 24,16,00,000 രൂപ വരവും 23,94,00,000 രൂപ ചിലവും 21,20,800 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന പായങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് സാബു മത്തായി അവതരിപ്പിച്ചു. നമുക്ക് ഇങ്ങനൊരു പഞ്ചായത്ത് കേരളത്തിൽ ഉണ്ടാവാൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെതായ ഒരു നമുക്ക് സപ്പോർട്ടിങ് നമ്മുടെ ഈ പഞ്ചായത്ത് ലഭിക്കുമെന്ന് പറയുന്നത് ഞാൻ പരാമർശിച്ചു പോവുകയാണ്. കാരണം അവരുടെ നമ്മളൊരു പിന്തുണ നൽകുകയാണെങ്കിൽ ഈ പഞ്ചായത്ത് നമുക്ക് വിവിധ പദ്ധതി നടപ്പാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് പഞ്ചായത്ത് ഇപ്പോൾ സ്വന്തം പഞ്ചായത്തിലേക്ക് എന്തെങ്കിലും ഇടപെട്ട് ഈ വർഷമെങ്കിലും നമ്മുടെ ഈ പഞ്ചായത്തിന് നല്ല രീതിയിലേക്ക് സഹായിക്കുന്നതിന് വേണ്ടി ഈ ജനപ്രതിനിധികളുടെ ഭാഗത്ത് ഒരു പിന്തുണ ഉണ്ടാകണമെന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം, കുടിവെള്ളത്തിന് ഇപ്പോൾ രൂക്ഷമായ കുടിവെള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്തോ അബ്രാഹാമിന്റെ ഫണ്ടിൽ നിന്ന് അന്ന് തുടങ്ങി നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 9 വർഷം 8 വർഷമായിട്ട് അത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. ചില സാങ്കേതിക വിഷയങ്ങളൊക്കെ ഉണ്ട്, അത് മാറ്റിവെച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും നമ്മളിപ്പോൾ അതിനകത്ത് നമ്മളതിന്റെ പരിശ്രമത്തിലേക്ക് എത്തിയാണ്. അതിനകത്ത് പറയാൻ നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഇടപെട്ടാണ് നമുക്ക് തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരെ കണ്ടക്ഷൻ നമുക്ക് 30% എപ്പോഴാണ് ഇപ്പൊ അതിന്റെ ലൊക്കേഷനായി അതിന്റെ ഫണ്ട് ഉപയോഗിച്ച് പണിയത്. എന്തായാലും ഉടൻ തന്നെ ഈ വർഷം കൊണ്ട് നമുക്കത് ഈ പഞ്ചായത്തിലെ ഏറ്റവും മഹത്തായ ഒരു പ്രവൃത്തി നിലയ്ക്ക് അത് നമുക്ക് നടപ്പാക്കാനാവും. അടുത്ത 2025 ഏപ്രിൽ 7 മുതൽ നവീന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡിജിറ്റൽ നവീകരണം കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കും. എല്ലാ സേവനങ്ങൾക്കും ഓൺലൈനിലായി ലോകത്തിൽ എവിടെ നിന്നും സ്വീകരിക്കുന്നതിനായി പ്രത്യേക സ്ഥാപനങ്ങൾ പഞ്ചായത്തുകളുടെ സേവനം ആധുനികതയിലേക്ക് മാറ്റുന്ന പ്രക്രിയ ആരംഭിക്കുന്നതാണ് അറിയിക്കുകയാണ്. റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് 3,93,00,000 രൂപ, ഭവന പദ്ധതിക്ക് 2,23,00,000, കാർഷിക മേഖലയ്ക്ക് 73,50,000, മൃഗസംരക്ഷണത്തിന് 77 ലക്ഷം, ശുചിത്വത്തിന് 36,85,000, കുടിവെള്ളം 16,75,000 എന്നിവയ്ക്കാണ് പ്രധാനമായും തുകകൾ വകയിരുത്തിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിജു അധ്യക്ഷത വഹിച്ചു. സന്തോഷ് ജോർജ്, ബിജു ജോസഫ്, ജോസ് പോൾ, ടോമി പോൾ, ലുഷാദ് ഇബ്രാഹിം, മാണി പിട്ടാപ്പള്ളിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.